അമ്മ നിനക്ക് സ്ഥലമില്ലേ? വണ്ടി ഇപ്പൊ വിടും. നീ പോയി കേറിക്കോ പൂട്ടി. നിനക്ക് കുടിക്കാൻ പറ്റുന്നോ? നീ പോയി കേറിക്കോ. എന്റെ മോനാ, മോന്റെ കല്യാണമായിരുന്നു. ഇതാ പെണ്ണ്. മോളെ ഞങ്ങള് കൂട്ടിക്കൊണ്ട് പോവാ. മോന് കമ്പി വളയ്ക്കലാ പണി. 27 വയസ്സായി. ഇവക്ക് 19. നിങ്ങൾ എങ്ങോട്ടാ? കുറച്ചു ദൂരെ. കുട്ടികളും മക്കളും ഒക്കെ ഇല്ലേ? ഓറച്ഛന് കച്ചോറാ, ചകിരിയും ചിരട്ടെ. ചെക്കൻ തിരക്ക് കൂട്ടിട്ട് മുറുക്കാൻ വാങ്ങിയിട്ടില്ല. വാ മരവിച്ചിട്ട് വയ്യ. എന്താൾക്ക് മുറുക്കുണ്ടോ? ഇല്ലല്ലോ. കത്തൊന്നും ഇല്ലാത്രേ, ഇത് തന്നെ ഉള്ളൂ. കുഞ്ഞികൃഷ്ണൻ നായര് വൈകുന്നേരം അങ്ങാടിയിൽ പോണുണ്ട്. എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചു. അമ്മൂട്ടി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, 4 വരെ. വായിക്കാൻ അറിയോ? കുറേശ്ശെ. ഇതെന്താ? വായിച്ചു നോക്ക്. വയനാട്ടിലെ ആദിവാസി. അതല്ല, അതിന്റെ അടുത്ത പേജിൽ നോക്ക്. ഇത് കറുത്ത കറുത്ത നക്ഷത്രം, കുമാരി PK രോഹിണി MA. ഇതാരാ? ആരാ ഇത്? രോഹിണിക്കുട്ടി തമ്പുരാട്ടിയല്ലേ? എന്തിനാ തമ്പുരാട്ടിയുടെ പേര് കടലാസില്? ഓ, അതൊരു തമാശ. നക്ഷത്രം കറുത്തിട്ടുണ്ടാവോ? നിന്റെ പണി കഴിഞ്ഞാ പറ. നമുക്കിന്ന് അമ്പലച്ചിറയിൽ പോയി കുളിക്കണം. വെള്ളം മോശ. ഇവിടെ അസുല് കുളിമുറി ഉള്ളപ്പോ ആരെങ്കിലും ചിറയിൽ പോവോ? ഒരു രസത്തിന് വേണ്ടി. അവിടെ നീന്താനൊക്കത്ത് വെള്ളമുണ്ടോ? എന്താ, നീന്താൻ തോന്നുന്നുണ്ടോ? കൂപ്പിന്റെ മേളീന്ന് ചാടുക, മലന്ന് കടന്ന് നീന്തി പല്ല് വയ്ക്കുക. ഹായ്, നല്ല രസം. വലുതാവുമ്പോ പലതും നഷ്ടപ്പെടില്ലേ അമ്മൂട്ടി? വരുന്നു. കുഞ്ഞിക്കാളിയമ്മ വിളിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്ന കണ്ടാ മതി, ആയമ്മ അതിനും ചെയ്തു തുടങ്ങും. കുഞ്ഞൊന്നിങ്ങ വന്നേ. എന്താ കുഞ്ഞിക്കാളിയമ്മേ? കുഞ്ഞിക്കാളിയമ്മയ്ക്ക് വെറ്റില വാങ്ങാൻ 1 ഉറുപ്പിക തന്നാലേ ഒരു സ്വകാര്യം പറഞ്ഞു തരാം. പൈസ തന്ന് സ്വകാര്യം വാങ്ങില്ലെന്ന് വെച്ചാലോ? എന്നാലേ ഇതിന് പൈസയല്ല, കുട്ടി പവൻ തരും. കുഞ്ഞിക്കാളിയമ്മയെ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടം തോന്നും. അതെന്താ? കുഞ്ഞിക്കാളിയമ്മ ചുമലിലിരുത്തി എനിക്കൊരിക്കൽ തീയാട്ട് കാണിച്ചു തന്നിട്ടില്ലേ? അത് ഇപ്പോഴും ഓർക്കണുണ്ടോ എന്റെ കുട്ടിയെ? അതിശയം തന്നെ. ഞാൻ വിചാരിച്ചു അതിനെന്താ ഇത്ര സങ്കടപ്പെടാൻ? ഇപ്പൊ തീയാട്ടും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ചുമലേ കയറി നിന്ന് കാണാൻ പറ്റുമോ? മരിക്കുന്നത് വരെ രോഹിണിക്കുട്ടിയുടെ കൂടെ ഇരിക്കണമെന്നാ എന്റെ മോഹം. പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം. ഞാൻ എവിടെ പോവാനാ? അറിഞ്ഞില്ലേ? കാണാൻ ആള് വരികയല്ലേ. എന്നെ കാണാനോ? പിന്നെ ആരാ ഇവിടെ പെൺകുട്ടിയുള്ളത്? തുണയ്ക്ക് പോകാൻ വേറെ ആരെയും നോക്കണ്ട, ഞാനുള്ളപ്പോ. വിശേഷം മുഴുവൻ അറിയണേ അമ്മമ്മോട് ചോദിച്ചാ മതി. കുട്ടി എവിടെ, കുട്ടി എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി. വേഗം അങ്ങോട്ട് ചെല്ലൂ. രോഹിണിക്കുട്ടി, 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 ഇവിടെ വാ, ഇവിടെ വാ. ഏത് നേരം കൊണ്ട് നിന്റെ ഒരു വായന. ഇങ്ങനായാ മതിയാ? പിന്നെന്താ വേണ്ട അമ്മേ? പെൺകുട്ടികളായ ഒരു വീട് ഭരിച്ചോണ്ട് പോകാനുള്ള കാര്യപ്രാപ്തി വേണം.
പുസ്തകം വായിച്ചോണ്ടിരുന്നോണ്ടൊന്നും ആയില്ല. ഇങ്ങ് അടുത്തേക്ക് വാ, ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് കാണട്ടെ. തിങ്കളാഴ്ച കാണാൻ ആള് വരുന്നുണ്ട്. കിഴക്കേ കോലത്തെ തമ്പുരാനാ, വലിയ പഠിപ്പുള്ള ആളാ. സീമയില് പോയി പഠിച്ചേച്ചു വന്നതാ. നല്ല സ്വഭാവം. കൊള്ളാം. അമ്മ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ വേണ്ടേ, എനിക്ക് ആദ്യം ബോധ്യമാവണം. എന്റെ കുഞ്ഞിനെ അങ്ങനെ ഇങ്ങനെ ഒരുത്തിനും പിടിച്ചു കൊടുക്കാൻ ഒക്കത്തില്ലെന്ന് ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ഇടയ്ക്ക് സീമയിലൊക്കെ പോവാത്രേ. ആഹാ, അമ്മൂമ്മയ്ക്കൊന്ന് സീമയിലൊക്കെ പോടാൻ തോന്നുന്നുണ്ടോ? ഓ, ഒക്കെ നന്നായിട്ട് വരട്ടെ. എനിക്കിനി തെക്കേ കണ്ടം വരെ പോയാ മതി. അതിനു മുമ്പ് നീ നന്നായിരിക്കുന്ന കണ്ടിട്ട് വേണം പോകാൻ. അത്രേ ഉള്ളൂ. രോഹിണി, ഞാൻ നിന്നെ നോക്കുകയായിരുന്നു. എന്തിനാണമ്മേ? അച്ഛൻ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലേ. കൊടിക്കുന്നത്തേക്ക് ഒരു കൂട്ടുപായസത്തിന് നേർന്നിട്ടുണ്ട് ഞാൻ. ഗുരുവായൂരപ്പന് പച്ച ചേർത്താനും നേർന്നിട്ടുണ്ട്. നാരായണ നാരായണ നാരായണ. പ്രിൻസിപ്പാളിന്റെ റിപ്ലൈ വന്നോ? അന്നൊരു കത്ത് വന്നതാണ്. സമയാവുമ്പോ എഴുതും. നീ അറിഞ്ഞോ ആവോ, നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഡോക്ടർ രാജെ കേട്ടിട്ടില്ലേ? ഡോക്ടർ KRV രാജ. ഇല്ല. ഇന്നലെ വന്ന ചീഫ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റിൽ രാജയെ 2 സ്ഥലത്ത് റെഫർ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല. ഹി ഈസ് എ ബ്രില്യന്റ് എക്കണോമിസ്റ്റ്. സെന്റർ അദ്ദേഹത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പ്രപ്പോസൽ. എന്തോ നമ്മുടെ നല്ല കാലം. യു ആർ ലക്കി. വയ്ക്കുള്ളൂ. എന്റെ മകളാണ്. ഇരിക്കൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അവളുടെ കോളേജിൽ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി ഉണ്ടാവും. അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഐ ലൈക്ക് ദാറ്റ്. ഒരാളെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആക്കാൻ ഗവൺമെന്റ് എന്തുമാത്രം പണം ചെലവഴിക്കുന്നുണ്ടെന്നറിയാമോ? ഇവിടെ പെൺകുട്ടികൾ MAയും MSCയും ഒക്കെ പാസ്സാകും. അത് കഴിഞ്ഞാൽ ഉടൻ കല്യാണം. എന്നിട്ട് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കും ഗൃഹഭരണത്തിന്റെ പേരിൽ. ഇറ്റ് ഇസ് എ വേസ്റ്റ് ഓഫ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. ഇന്ത്യയിൽ മാത്രമേ ഇത് കാണൂ. രോഹിണി, അകത്തേക്ക് വയ്ക്കുള്ളൂ. ഇവിടെ വരൂ. ഇത് അദ്ദേഹത്തിന്റെ ചെറിയമ്മയാണ്. കൊച്ചിങ്ങിന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. അവൻ 5 വയസ്സായപ്പോ തൊട്ട് എന്റെ കൂടെ തന്നെയാണ്. You can hire a kitchen hand for 20 rupees a month. Why shouldn't send his educated wife to the kitchen? She can use her education for better results. അടുക്കളയിൽ ഒരു പക്ഷേ 20 രൂപയുടെ ശമ്പളക്കാരി ഉണ്ടാക്കി തരുന്നതായിരിക്കും കഴിക്കാനും നന്നാവുക. You are right. You are absolutely right. രോഹിണിക്കുട്ടി അല്ലേ അത്? എന്താണമ്മേ? ഇവിടെ വാ, ഇവിടെ വാ. ഇരിക്ക്. ഇനി കണ്ടുവോ? കണ്ടു. വെളുത്തിട്ടാ? എന്താ നല്ല തടിയുണ്ടോ? അമ്മമ്മയ്ക്ക് കാണണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നീ കൊണ്ടുവരണ്ട, ഞാൻ വെളുപ്പിക്കും. അത്രത്തോളം ആവട്ടെ. അമ്മമ്മയ്ക്ക് ഞാൻ അടിച്ചു തരാം. ഉറപ്പിച്ചു ഉറപ്പിച്ചു. ഇനി ദിവസം നോക്കേ വേണ്ടു. എന്നെയാണ് കുട്ടി കൊണ്ടുപോകാന്ന് കേട്ടിട്ട് ഇവിടെ ചേർക്കങ്ങാട് സഹിക്കണില്ല. ആർക്കാ കുഞ്ഞിക്കളിയുന്നേ? പണിയെടുക്കണ മൂസേരിയൊക്കെ തന്നെ, അല്ലാതെ ആർക്കാ? സീമയിലേക്കെങ്ങാനും എന്നെയും കൂടെ കൊണ്ടുപോകാന്നാ അവറ്റയുടെ കുനിഷ്ട്. ഞാനിപ്പോ വരാ.